ഇങ്ങനെ പല പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവന്മാർ ചെയ്യുന്നത്. പിന്നെ ഒരു ഭയങ്കര രോഗം ഒരു അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ അവനൊക്കെ തീരെ അവര് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. ഞാനിരുന്ന എന്താണ് അപ്ലോഡ് നോക്കുന്നില്ല, വേറെ പണിയൊന്നുമില്ലേ, വേറെ ഒരു പണിയില്ലാന്ന് വേറെ കാണുന്നില്ലല്ലോ. നമ്മളും ഒത്തിരി പലരുടെ ഫീല് കാണാറുണ്ട്, പലരും പലതിനെ കുറിച്ച് പറയുന്നത്. അവര് പറയും അവർക്ക് ഇവിടെ നമ്മളെ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നീ എന്നെ കുറിച്ച് എത്രയോ പേര് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ ഫീൽ ചെയ്യുന്നത് നമ്മള് ഹോട്ടലിൽ ചെന്നിരിക്കുമ്പോഴ് അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴ് പിന്നെ നമ്മൾ കടയിൽ ഈ എംപയർമാരൊക്കെ പോയാൽ അവരെ കൊണ്ട് നമ്മുടെ ഫുഡേജസ് കേൾപ്പിക്കാറുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കുറെ അമ്മമാരിങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് വിൽക്കുക, എന്നിട്ട് കടകൾ ഉണ്ടാക്കുക, എഡിറ്റ് ചെയ്യാൻ നോക്കുക, ഇങ്ങനെ പല പല കാര്യങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. എംപയർമാരിലെ അമ്മമാരെയൊക്കെ നല്ലതായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് കടയിൽ കയറിയ അമ്മമാരെയൊക്കെ പിടിച്ചു വെക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. മനസ്സിലായില്ലേ? കള്ളങ്ങളൊക്കെ ഉണ്ടാക്കാം. നമ്മൾ ആരുടെയോ കൂടെയാണ് ആ കടയിൽ ചെല്ലുന്നത്, നമ്മൾ ആരുടെയും കൂടെ ഒന്നുമല്ല കടയിൽ പോകുന്നത്. തെളിവുണ്ട് ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത്, അല്ലെ ഞാൻ അമ്മയുടെ കൂടെ പോകുന്നത്. എനിക്ക് അവരുടെ കൂടെ ഒന്നും പോകേണ്ട കാര്യമില്ല. കണ്ടവന്റെ പൈസ വാങ്ങിക്കാനൊന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല. കണ്ടവന്റെ കൂടെ കഴുകാൻ പോകേണ്ട കാര്യമില്ല. ഞാൻ പോയിട്ടൊന്നും എന്റെ മുക്കുമിന്റെ കൂടെ പോയിട്ടില്ല. ഈ പേരമാടി ഈയിടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അതെന്റെ മുക്കുമിന്റെ കൂടെ പോയിട്ടുള്ളൂ, വേറെ ആരുടെ കൂടെ പോയിട്ടില്ല. കേട്ടല്ലോ. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ എന്താണ് ജോസ് പോയിന്റെ അമ്മ അഡ്മിറ്റാണ്, പ്രഷർ കൂടി അഡ്മിറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലാണ് ഇവന്മാര് നമ്മളെ ചതിക്കുകയും മത്സരിക്കുകയും ചെയ്തത്. നമ്മളെ പല രീതിയിൽ നമ്മളെ 18 ദിവസമാണ് കുട്ടി മയക്കിയത്. ഇങ്ങനെ പല പല ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇന്നലെ കണ്ടല്ലോ 14 കോടി പറ്റിച്ചവൻ, അവന് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് കള്ള സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മനസ്സിലായി? ഒത്തിരി കാര്യങ്ങൾ പലരും ഇപ്പൊ കഴിച്ച വെച്ചിട്ട് നടക്കുന്നത്. അങ്ങനെ പല പല ലക്ഷങ്ങൾ കിട്ടും കഴിച്ചാലൊക്കെ ബെനിഫിറ്റ് സർവീസ് അയ്യോ തേയ്മാനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. കഴുത്തിന് തേയ്മാനം, കഴുത്തിന് സർവിക്കൽ സ്പൈന് തേയ്മാനം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒത്തിരി കാശടിക്കുന്നവന്മാരുണ്ട്. കള്ളജന്തുക്കൾ, കള്ളജാതികൾ. അതൊന്നും ഇല്ല വരുമാനവന്. അവനെന്തെങ്കിലും ചുമ്മാ ഇരിക്കുക. അവൻ കല്യാണം കഴിച്ചിട്ടുള്ള സോമരാജൻ എന്ന് പറയുന്നവൻ അവനിങ്ങനെ എന്തോ വായി നോക്കി ഇരിക്കുന്നതെന്നല്ലാതെ അതിനൊന്നും ഒരു കുന്തവും ഇല്ല. ഇതൊക്കെ കുറെ ഉണ്ട് ഇങ്ങനെ കൊന്നും കൊലപിടിച്ച് നടക്കുന്നവന്മാര്, മറ്റുള്ളവരെ വെച്ച് കാശുണ്ടാക്കാൻ നടക്കുക. ഈ തുമ്പി എന്ന് പറയുന്നവരൊക്കെ അവർ പഠിക്കാൻ പറ്റും. നീക്ക് എന്താ ഈ പഠിക്കാൻ കണ്ടവരുടെ രീതി സർട്ടിഫിക്കറ്റ് വെച്ച് കാശുണ്ടാക്കാൻ നിൽക്കാൻ? നീക്ക് എന്താ ഈ പഠിക്കാൻ പറ്റും? വ്യതിചരിക്കാൻ പോകുമായിരുന്നോ നീയൊക്കെ? നീക്ക് എന്തോ മറ്റുള്ളവരെ കുറിച്ച് വ്യഭിചാര കഥകളൊക്കെ ഉണ്ടാക്കുന്നത്? നീ അശ്ലീല കഥകളും പിന്നെ എന്താ അനാശാസ്യ കഥകളൊന്നും നീ ഉണ്ടാക്കണ്ട. അവിടെ കേട്ടത്തിൽ നല്ല ശരിക്ക് 8ാം ക്ലാസ് ആവുന്നതിന് മുമ്പ് അനാശാസ്യയോട് നടന്നതാണ്. ഇവിടെ ഒരു ലേഖരാജൻ എന്ന് പറയുന്ന നേർന്ന 2 മക്കളുണ്ടായിരുന്നു. അവന്റെ കൂടെ കുറെ നടന്നതാണ്. 10ാം ക്ലാസ് ഒത്തിരി പൊട്ട സർട്ടിഫിക്കറ്റ് ഉണ്ട് അവർക്ക്. ഒരകത്തിൽ ഇങ്ങനെ കുറച്ച് പെണ്ണുങ്ങളെ ഉള്ളൂ പൊട്ട സർട്ടിഫിക്കറ്റുമായിട്ട് വന്നത്. ഒന്ന് അവള്, ഒന്ന് വലിയ സിനി എന്ന് പറയുന്നവർ, വലിയവളായിരിക്കും വൃന്ദ എന്ന് പറയുന്നവർ, അങ്ങനെ കുറച്ച് ആൾമാരേ ഉള്ളൂ പൊട്ടയിൽ സർട്ടിഫിക്കറ്റ് വരുന്നത് ബസ്സിലേക്ക് വരുന്നത്. ഇപ്പൊ നമ്മളെ വെച്ച് കാശുണ്ടാക്കാൻ നടക്കുന്നവന്മാര് ആൾമാറാട്ടവും നടത്തി നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്നു. സമയം 4:21.